SSLC ഓണം എക്സാം കെമിസ്ട്രിയുടെ പ്രഡിക്ഷൻ വീഡിയോയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മീ MS ഫ്രം MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. എൻ്റെ പ്രിയപ്പെട്ട SSLC വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 30+ മാർക്ക് ഷുവർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസുകൾ മാത്രം പ്രഡിക്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഓക്കെ, സോ എല്ലാവരോടും ഒറ്റ കാര്യം പറയാനുള്ളൂ. നിങ്ങൾ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ച വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. എങ്കിലേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? ഈ കാണുന്ന പ്രഡിക്ഷൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ക്വസ്റ്റ്യൻ മാത്രമല്ല, അതിൻ്റെ ഓൾറെഡി ഉള്ള SSCRTയുടെ ആൻസർ കീ അടക്കം ഞാൻ കൊടുത്തിട്ടുണ്ട്. റെഡി ആണല്ലോ? സോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ്റെ കൂടെ ആൻസറും പെട്ടെന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ സമയം നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് MS സൊല്യൂഷൻസിൻ്റെ SSLCയുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാത്ത കുട്ടികൾ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യാൻ മറക്കല്ലേ. റെഡി? സോ ഇതാ പിടിച്ചോ, പ്രഡിക്ഷനിലേക്ക് പോവാണ്. തൊട്ട് മുന്നേ ഒറ്റ കാര്യം കൂടി, എടാ ഈ ഒരു വീഡിയോ ലൈക്ക് അടിക്കാതെ കാണല്ലേ ചെറുപ്പക്കാരാ. ഈ ഒരു വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് ചിലപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരുപാട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കിടപ്പുമുറിയിൽ ആരോ വന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്താൽ നിങ്ങൾ വേഗം എന്ത് ചെയ്യുക? ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. വെറുതെ ഒരു 2-3 ഫ്രണ്ട്സിന് അയച്ചാൽ മതി കേട്ടോ. ഓക്കെ, റെഡി? ദാ ഈ ഒരു വീഡിയോ ലൈക്ക് അടിച്ചുകൊണ്ട് കണ്ടോ. ഒന്നാമത്തെ ചോദ്യം പിടിച്ചോ. ഒരു അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ ഉണ്ട്. അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ ഉണ്ട്. അതിൽ 6 കാർബൺ ഉണ്ട്, 6 ഹൈഡ്രജൻ ഉണ്ട്. നിങ്ങൾക്കറിയാമല്ലോ C6H6 എന്ന് പറയുന്നത് 6 കാർബണും 6 ഹൈഡ്രജനുമുള്ള 6 കാർബണും 6 ഹൈഡ്രജനുമുള്ള നമ്മുടെ അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത് ആരാടാ? C6H6. ആരാണത്? C6H6 ആരാണ്? ദാറ്റ് ഈസ് ബെൻസീൻ. റെഡിയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഹിന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ദ കോമ്പൗണ്ട് ഒബ്റ്റെയിൻ. ഞാൻ വായിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞു തന്നാൽ പറയും. കാര്യം ചോദ്യങ്ങളോട് ഞാൻ വായിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ C6H6 എന്ന് പറയുന്ന അരോമാറ്റിക് ഹൈഡ്രോ കാർബണായ ബെൻസീനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ പോയി, പകരം ആര് വന്നു? ഒരു OH ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നു. അങ്ങനെയാണെങ്കിൽ C6H6ൽ നിന്ന് ഒരു H പോയി C6H5OH ആയിട്ട് മാറി. അതായത് ബെൻസീൻ റിങ്ങിൽ നിന്ന് ഒരു OH വന്നു കഴിഞ്ഞാൽ അതിനെന്താണോ വിളിക്കുക? അതിനെ വിളിക്കുന്ന പേരാണ് ഫിനോൾ. ഇംഗ്ലീഷ് മീഡിയക്കാർ ശ്രദ്ധിക്കണേ, മലയാളം മീഡിയക്കാരും ശ്രദ്ധിക്കണേ. ഫിനോൾ എന്ന് പറയും. റെഡി? ബെൻസീൻ്റെ മുകളിൽ OH വന്ന ഫിനോളാ. ഇവിടെ ഞാനൊരു ക്വസ്റ്റ്യൻ കൂടി ആഡ് ചെയ്യട്ടെ. എടാ, ഇതിൽ ഹൈഡ്രജന് പകരം OH വന്നപ്പോഴല്ലേ ഫിനോൾ ആയത്? എങ്കിൽ OHന് പകരം ഹൈഡ്രജന് പകരം COOH വന്നിരുന്നെങ്കിലോ അതിന് പറയും എന്ത്? C6H5COOHന് പറയുന്ന പേരാണ് ബെൻസോയിക് ആസിഡ്. എന്താ പറയുക? ബെൻസോയിക് ആസിഡ്. ഒന്നാമത്തെ ചോദ്യം സെറ്റാണല്ലോ. റെഡി? അടുത്തത്, ഇതുപോലൊരു സ്ട്രക്ചർ നിങ്ങളുടെ SSLC ഓണം എക്സാമിന് നിങ്ങൾക്ക് കൂടുതൽ എക്സ്പെക്ട് ചെയ്യാം. നോക്കിക്കേ, ഇതിൽ ഏറ്റവും വലിയ ചെയിൻ നിങ്ങൾ കണ്ടുപിടിക്കുക. IUPAC എഴുതുക, വലിയ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഏറ്റവും വലിയ ചെയിൻ ഇങ്ങനെയാണോ? അല്ല, ഇങ്ങനെ നോക്കുമ്പോൾ 4 എണ്ണേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ പോകുന്ന സമയത്ത് 5 എണ്ണം ഉണ്ട്. സോ ഇത് പെൻറ്റെയിൻ ആണ്. പെൻറ്റെയിൻ ആണ്. റെഡി? പെൻറ്റെയിൻ ആണ്. ഇനി എവിടെയൊക്കെയാ ബ്രാഞ്ച് ഉള്ളത്? 1, 2, 3. 3യിൽ തന്നെ 2 ബ്രാഞ്ചുകളുണ്ട്. സോ 3യിൽ തന്നെ 2 ബ്രാഞ്ച് ഉണ്ട്. 3,3 2 ബ്രാഞ്ച് വന്നാൽ ഡൈ എന്ന് കൊടുക്കണം. ആരാണ് ഒരുമിച്ചുള്ളത്? മീത്തൈൽ എന്ന് പറയുന്ന ആൽക്കൈലാണുള്ളത്. സോ 3,3 ഡൈമീഥൈൽ പെൻറ്റെയിൻ എന്നാണ് ഇതിൻ്റെ IUPAC വരുന്നത്. ഓക്കെ, ചോദ്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്താൻ പറ്റൂ കേട്ടോ. റെഡിയല്ലേ? റെഡിയാണ്. ശരി, അടുത്തത്, റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ ഗിവൺ കോമ്പൗണ്ട്. ഇതുപോലെ പേര് തന്നിട്ട് നിങ്ങളോട് സ്ട്രക്ചർ വരയ്ക്കാൻ ചോദിക്കുന്ന ചോദ്യം പരീക്ഷാ പേപ്പറിൽ ഉണ്ടാവും. പല കുട്ടികൾക്കുള്ള ഡൗട്ടാണ്, സാറേ സ്ട്രക്ചറൽ ഫോർമുല അല്ലേ പറഞ്ഞത്, അപ്പോൾ ഹൈഫൺ ഇട്ട് ഇങ്ങനെ ബ്രാഞ്ചുകൾ ഇങ്ങനെ കാണിക്കണോ? അതായത് തുറന്നു വെച്ച് ഘടനാവാക്യത്തിൽ എഴുതണോ എന്ന് കുട്ടികൾക്ക് സംശയം ഉണ്ടാവാറുണ്ട്. നിങ്ങൾ അവിടെ കണ്ടൻസ്ഡ് ഫോർമുലയിൽ എഴുതിയാലും കുഴപ്പമില്ല. ഇങ്ങനെ എഴുതുന്നതിന് പകരം CH3-CH2 ഇങ്ങനെ എഴുതുന്നതിന് വിരോധമില്ല എന്നെൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കുക. റെഡി? നോക്കിയോ. അപ്പോൾ 2,2-ഡൈബ്രോമോപ്രോപ്പൈൻ വരച്ചോക്കല്ലേ നമ്മൾ. ഇതാ 2,2-ഡൈബ്രോമോപ്രോപ്പൈൻ. നോക്കടാ, പേരെന്നെ തരാം. അവിടെ ആൻസർ ഉണ്ട്, എന്നാലും ഞാൻ പറയാണ്. പ്രൊപ്പൈൻ എന്നാണ് പേര്. പ്രൊപ്പൈൻ 2,2-ഡൈബ്രോമോപ്രോപ്പൈൻ ഇതാണ് പേര് പറഞ്ഞത്. അങ്ങനെ ആകുമ്പോൾ ആദ്യം നോക്കേണ്ടത് എന്താ? പ്രൊപ്പിലേക്ക് നോക്കുക. 1,
2 3 നോക്കി എയിനാണ് സിംഗിൾ ബോണ്ട് ഇട്ടോ. ഇനി ആരുണ്ട്? ബ്രാഞ്ച് ഉണ്ട്, ബ്രോമിൻ ആണുള്ളത്. ബ്രോമിൻ എവിടെയാണ് നിൽക്കുന്നത്? രണ്ടിലും, അതായത് ഈ രണ്ട് സ്ഥലത്തുമായിട്ട് ആരുണ്ട്? ബ്രോമിൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വാലൻസി കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ആൻസർ കിട്ടും? ഈ ഒരു സ്ട്രക്ചർ കിട്ടും. ഇതാണ് 2,2 ഡൈബ്രോമോ പ്രൊപ്പൈൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ നോക്കിയേ, പ്രൊപ്പൈൻ. 3 കാർബണുള്ള ട്രിപ്പിൾ ബോണ്ട്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇതൊക്കെ വരച്ച് പഠിക്കേണ്ട സമയമല്ല ഇപ്പോൾ. നിങ്ങൾ ചോദ്യത്തിന് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഇതൊരു പ്രഡിക്ഷൻ വീഡിയോ മാത്രമാണ്. മാക്സിമം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് പഠിപ്പിക്കുന്ന ഒരു പക്ക പ്രഡിക്ഷൻ ലൈവ് ഇന്ന് രാത്രി 7:30 7:30 എന്നൊരു സമയമുണ്ടെങ്കിൽ MS-ൻ്റെ ചാനലിലേക്ക് വന്നോ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ കണ്ട കെമിസ്ട്രി ലൈവ് നാളെ അതായിരിക്കും. എഴുതി വെച്ചോ നിങ്ങൾ. ദ ഓർഗാനിക് കോമ്പൗണ്ട്സ് വിത്ത് ദ മോളിക്കുലാർ ഫോർമുല C4H10O ഷോ മെറ്റാമറിസം. റെഡി? ഞാൻ ഓൾറെഡി മുൻ ദിവസങ്ങളിലൊക്കെ ലൈവുകൾ ചെയ്ത സമയത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. C4H10O അല്ലെങ്കിൽ നമ്മുടെ C5H12 ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. റെഡി? നോക്കിക്കോ. C4H10O എന്ന് പറയുന്ന ഫോർമുല എന്ത് കാണിക്കുന്നുണ്ട്? മെറ്റാമറിസം കാണിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് ഓർഗാനിക് കോമ്പൗണ്ട് ആയിരിക്കും? ഏത് ഫങ്ഷണൽ ഗ്രൂപ്പാണ്? അവിടെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ഒരു നേക്കുണ്ട്, ഓർമ്മയുണ്ടോ? CnH2n + 2O. അതായത് സിംഗിൾ ബോണ്ടിൻ്റെ ഫോർമുലയിൽ ഒരു O ചേർന്ന് നിന്നാൽ അത് ആരുടെയൊക്കെ ഫോർമുലയാണ്? അത് ROH എന്ന് പറയുന്ന ആൽക്കഹോളിൻ്റെയും ROR എന്ന് പറയുന്ന ഈതറിൻ്റെയും ഫോർമുലയാണ്. നിങ്ങൾ R മൈൻഡ് ചെയ്യേണ്ട. R എന്ന് പറഞ്ഞാൽ വലിയ ചെയിന്, CH3 CH2 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 എന്ന് പറഞ്ഞാൽ ലോങ് ചെയിന് കെമിസ്ട്രിയിൽ കാണിക്കുന്ന ലെറ്ററാണ് എന്ത്? R. അപ്പോൾ OH, നിങ്ങൾ OH ഫംഗ്ഷൻ ഗ്രൂപ്പ്, ആൽക്കോക്സി ഫംഗ്ഷൻ ഗ്രൂപ്പ്, ഇങ്ങനെയല്ലേ നിങ്ങൾ പഠിച്ചത്? അത് ശരിക്കും റെപ്രസെൻ്റ് ചെയ്യുക ഈ രീതിയിലാണ് കേട്ടോ. +1 ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഇങ്ങനെ ഉണ്ടാവുക. സോ ROH ROR എന്നീ പറയുന്ന 2 ഫങ്ഷണൽ ഗ്രൂപ്പുകളുണ്ട്. ഇതാരാടാ? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ്, ആൽക്കഹോൾ ഗ്രൂപ്പാണ്. ഇതാരാണ്? ആൽക്കോക്സി എന്ന് പറയുന്ന ഈതർ ഗ്രൂപ്പാണ്. ഈ 2 ആൾക്കാരുടെയും ജനറൽ ഫോർമുല ഏതാണ്? CnH2n + 2O ആണ്. ഇവിടെ നിങ്ങൾ ചേർത്ത് വെക്കേണ്ട, മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ കിടപ്പുമുറിയിലേക്ക് നിങ്ങൾ കണ്ടുവെക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഇതിൽ ഈ രണ്ടാമത്തെ ആളില്ലേ, അയാൾ മെറ്റാമറിസം കാണിക്കുന്നവനാണ്. എന്ത് കാണിക്കുന്നവനാണ്? മെറ്റാമറിസം. അതായത് ഇവർ രണ്ടുപേരും പരസ്പരം ഫങ്ഷണൽ ഐസോമറുകളായിരിക്കും. അതെങ്ങനെ സാറേ? അതെങ്ങനെ സാറേ ഇത് രണ്ടും ഫങ്ഷണൽ ഐസോമർ ആവുക? എടാ, ഫങ്ഷണൽ ഐസോമർ ആവണമെങ്കിൽ രണ്ടിൻ്റെയും മോളിക്കുലാർ ഫോർമുല സെയിം ആവണ്ടേ? ജനറൽ ഫോർമുല സെയിം ആവണ്ടേ? അതല്ലേ ഇവിടെ പറഞ്ഞത്. ആൽക്കൈൻ എന്ന് പറയുന്ന സിംഗിൾ ബോണ്ടിലേക്ക് O എന്ന് പറയുന്ന ഒരാളെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ജനറൽ ഫോർമുല കാണിക്കുന്ന ആളാണ് ആര്? ആൽക്കഹോളും ആൽക്കോക്സിയും ഈതറും. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും ജനറൽ ഫോർമുല സെയിം ആണ്, പക്ഷേ വ്യത്യസ്ത ഫങ്ഷണൽ ഗ്രൂപ്പാണ്. അതേത് ഐസോമറാ? ഫങ്ഷണൽ ഐസോമർ. എന്നാൽ അതിൽ തന്നെയുള്ള ആൽക്കോക്സി അല്ലെങ്കിൽ ഈതർ ഗ്രൂപ്പ് എന്തുകൂടി കാണിക്കും? മെറ്റാമറിസം. അത് ഒറ്റക്ക് നിന്നാൽ എന്തായി? മെറ്റാമറിസം കാണിക്കും. ഇനി അടുത്ത നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു ഹിൻ്റ് ഉണ്ട്. ഇതൊന്നും നിങ്ങൾ കേരളത്തിലെ പലരും പറഞ്ഞു തരൂല. ശ്രദ്ധിച്ചോ. CnH2nO ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള ആൽക്കിനിലേക്ക് O എന്ന് പറയുന്ന ഒരാൾ കയറി വന്നാൽ ആ ഫോർമുല കാണിക്കുന്ന 2 ആൾക്കാരുണ്ട്. ഒന്ന് RCHO ആൽഡിഹൈഡ് എന്ന് പറയും, 2 RCOR കീറ്റോൺ എന്ന് പറയും. മാറിപ്പോരുത്. 2 ഓട്ട് കഴിഞ്ഞാൽ R കൂടാതെ എസ്റ്റർ ആയിട്ട് മാറും. എസ്റ്റർ അല്ല, RCOR. കേട്ടില്ലേ? പ്രൊപ്പാൻ 2 ഓൺ, പെൻറ്റാൻ 3 ഓൺ. ആരാണത്? കീറ്റോ ഗ്രൂപ്പാണ്. കീറ്റോ ഗ്രൂപ്പാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഇവർ രണ്ടുപേരും പരസ്പരം ഫങ്ഷണൽ ഐസോമറുകളാണെങ്കിൽ RCOR എന്ന് പറയുന്ന കീറ്റോ ഗ്രൂപ്പ് മെറ്റാമറിസം കാണിക്കും. ഈ ഒരു ഹിന്റ് കൊണ്ട് നിങ്ങൾക്ക് 4 മാർക്കിൻ്റെ ചോദ്യം സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. ഇനി ആ ചോദ്യം ഞാൻ ഒന്നുകൂടി കാണിച്ചു തരട്ടെ. C4H10O എന്ന ഫോർമുല കാണിക്കുന്ന ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. അയാൾ എന്തും കൂടി കാണിക്കുന്നുണ്ട്? മെറ്റാമറിസം കാണിക്കുന്നുണ്ട്. എങ്കിൽ അതാരായിരിക്കും? പെട്ടെന്ന് നിങ്ങൾക്ക് മൈൻഡിലേക്ക് വരണം. എങ്ങനെ? C4H10, അതായത് 4ൻ്റെ ഡബിൾ എടുത്ത് 2 കൂട്ടി, 4ൻ്റെ ഡബിൾ എടുത്ത് 2 കൂട്ടിയാൽ അതാരായി? CnH2n + 2 എന്ന ഫോർമുല കാണിക്കുന്ന ആളായിട്ട് മാറി. ആ ഫോർമുല കാണിക്കുന്നത് ആരാ? ആൽക്കഹോളും ഈതറും. അതിൽ മെറ്റാമറിസം കാണിക്കുന്നത് ആരാ? ഈതർ. അപ്പോൾ ആൻസർ എന്താ വരിക? സാർ, ഈതറാണ്. റെഡി? സിമ്പിൾ. ഓക്കെ. പ്രഡിക്ഷൻ വീഡിയോ ആയതുകൊണ്ട് ചുരുക്കിയാണ് പറയുന്നത്. പക്ഷേ അത്രയും ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻസ് അടക്കം MS വന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റെഡി? അടുത്ത് നോക്കടാ. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദീസ് മെറ്റാമേഴ്സ്.
അതായത് ഈ ഈതറിൻ്റെ രണ്ട് മെറ്റാമറുകൾ നിങ്ങൾ വരച്ചു കൊടുത്താൽ മതി. ഇതാ ഒരു ഓ അപ്പുറത്തിട്ട് കൊടുത്താൽ ഈ ഓൻ്റെ അപ്പുറത്ത് രണ്ടെണ്ണം ഉണ്ട്, ഇപ്പുറത്ത് രണ്ടെണ്ണം ഉണ്ട്. ഈ ഓൻ്റെ അപ്പുറത്ത് മൂന്നെണ്ണം ഉണ്ട്, ഇപ്പുറത്ത് ഒന്നുണ്ട്. സോ ടോട്ടൽ 4 കാർബണുള്ള 2 ഈതറുകൾ വരച്ചു കൊടുക്കാം, മെറ്റാമറായി. റെഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, സിമ്പിൾ ചോദ്യമാണ്, 1 മാർക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഫങ്ഷണൽ ഗ്രൂപ്പ് തന്നിട്ട് അതിൻ്റെ പേര് എഴുതാൻ പറയും. CHO എന്ന് പറഞ്ഞാൽ RCHO എന്ന് പറഞ്ഞാൽ ആൽക്കനാൾ. അതാരാണ്? ആൽക്കനാൾ. ആൽഡിഹൈഡിൻ്റെ IUPAC നെയിമാണ്. ആൽഡിഹൈഡിൻ്റെ IUPAC നെയിമാണ്. അങ്ങനെയാണെങ്കിൽ RCOR എന്ന് പറയുന്ന കീറ്റോ ഗ്രൂപ്പിൻ്റെ IUPAC നെയിം എന്താ? ആൽക്കനോൺ. എന്താ പറയുക? അവിടെ ഉണ്ടല്ലോ അല്ലേ, ആൽക്കനോൺ. എന്താണ്? ആൽക്കനോൺ. SCRTയുടെ സെറ്റ് C ക്വസ്റ്റ്യനിലെ ചോദ്യമാണിത്. റെഡി. അടുത്തത് SCRT സെറ്റ് സിയിലെ മറ്റൊരു ചോദ്യം നോക്കൂ. ഒരു ഹോമലോഗ് സീരീസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളോട് പറയാ ഇവിടെ എയും ബിയും വിട്ട് കിടക്കുന്നുണ്ട്, അതൊന്ന് പൂരിപ്പിക്കാൻ പറഞ്ഞു. നിങ്ങൾക്കറിയാം ഹോമലോഗ് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തടുത്ത 2 കാർബൺ ആറ്റങ്ങൾക്കിടയിൽ എന്ത് ഡിഫറൻസ് ഉണ്ടായിരിക്കണം? CH2 കോമൺ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. സോ ഇത് C3 ആണ്, ഇത് C5 ആണെങ്കിൽ ഇവർക്കിടയിൽ കോമൺ ഡിഫറൻസ് ആയിട്ട് ഒരു CH2 ആണ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ C3യിലേക്ക് ഒരു കാർബൺ കൂടി, അപ്പോൾ എന്തായി? C4 ആയി. H8 ആയിരുന്നു, 2 കാർബൺ കൂടി, അപ്പോൾ എന്തായി? H10 ആയി. അപ്പോൾ C4 H10. ഇനി ഇവിടെ C5 H12 ഉണ്ട്, അതിലേക്ക് വീണ്ടും CH2 കൂട്ടി കൊടുക്കുക, CH2. അപ്പോൾ C5 എന്താവും? C6 ആവും. H12 ആണ്, 2 കാർബൺ കൂട്ടി കൊടുക്കുക, അപ്പോൾ H14 ആയി. എയും ബിയും കിട്ടി. ഇനി വാട്ട് ഈസ് ദ ജനറൽ ഫോർമുല ഓഫ് ഗിവൺ ഹോമലോഗ് സീരീസ്? ഇത് ജനറൽ ഫോർമുലയാണ്? നോക്കിക്കേ, ആരുടെ അല്ല, ഈ ഒരു ഹോമലോഗ് സീരീസ് ആരാണ്? സിംഗിൾ ബോണ്ടാണോ, ഡബിൾ ബോണ്ടാണോ, ട്രിപ്പിൾ ബോണ്ടാണോ? നോക്ക്, CH4 ഒരു കാർബൺ, അതിൻ്റെ ഡബിള് അതിലേക്ക് 2 കൂട്ടി, ഇവിടെ 2 കാർബൺ, അതിൻ്റെ ഡബിള് അതിലേക്ക് 2 കൂട്ടി, അങ്ങനല്ലേ? അതായത് ഇത് CnH2n+2 എന്ന ഫോർമുല കാണിക്കുന്ന കോമ്പൗണ്ടാണ്. ഇതാരാണടാ? ആൽക്കൈൻ, സിംഗിൾ ബോണ്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. പേര് തന്നിട്ട് നിങ്ങളോട് സ്ട്രക്ചർ വരയ്ക്കാൻ പറയും. സമയത്തിൻ്റെ പരിധി ഉണ്ടെങ്കിലും ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ആദ്യം പേര് നോക്ക്. 233 ട്രൈമീഥൈൽ ഹെക്സൈൻ. സിമ്പിളാണ്. ഹെക്സ് വരയ്ക്കുക, 6 കാർബൺ വരയ്ക്കുക, എന്നിട്ട് രണ്ടാമത്തതിലും എന്നിട്ട് ഈ രണ്ടാമത്തെ കാർബണിലും മൂന്നാമത്തെ കാർബണിലും എന്ത് ചെയ്യുക? നമ്മുടെ ബ്രാഞ്ചുകൾ ഇട്ട് കൊടുക്കുക. അടുത്തത് എതോക്സി ബ്യൂട്ടൈൻ, ചെറുതോക്സി വലുതൈൻ. റെഡി. ചെറുതോക്സി വലുതൈൻ അതാരാണ്? നമ്മുടെ ഈതർ ഗ്രൂപ്പാണ്. ഓക്കെ. അപ്പോൾ എതോക്സി, ഇതാ ഈ ഓൻ്റെ ഇപ്പുറത്ത് 2 കാർബണും അപ്പുറത്ത് 4 കാർബണും ഇട്ട് കൊടുക്കുക. പരിപാടി കഴിഞ്ഞു. അടുത്തത് ബ്യൂട്ടാൻ 2 ഓൺ. ആരാണിത്? അത് കീറ്റോ ഗ്രൂപ്പാണ്. ബ്യൂട്ടാൻ 2 ഓൺ, 4 കാർബൺ വേണം. ഈ കാർബൺ അടക്കം എണ്ണത്ത് കൂട്ടുന്നുള്ളത് മൈൻഡിലുണ്ടാവും വേണം കേട്ടോ. അപ്പോൾ ഇത് 1 2 3 4 2ആണ്. അപ്പോൾ ബ്യൂട്ടാൻ 2 ഓൺ ആണ് വരിക. അടുത്തത് സെയിം പെൻറ്റനാൾ ആൽഡിഹൈഡ് ആണ്, 5 കാർബൺ. ഈ C എണ്ണത്തിൽ കൂട്ടും, അത് ആലോചിച്ച് വെച്ചാൽ മതി കേട്ടോ. റെഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. വീണ്ടും ഒരു ഹോമലോഗ് സീരീസ് തന്നിട്ടുണ്ട്. C2H2, C3H4, C4H6. കണ്ടാൽ അറിയാം ഇത് ട്രിപ്പിൾ ബോണ്ടഡ് ആണ്. കാരണം 2 കാർബൺ ഇവിടെയുണ്ട്, അതിൻ്റെ ഡബിൾ എടുത്താൽ 4, അതിൽ നിന്ന് 2 കുറച്ചാലാണ് H2 കിട്ടുക. ഇനി അടുത്ത C3 നോക്ക്. C3 3 കാർബൺ, ഡബിൾ എടുക്കുക 6, 2 കുറയ്ക്കുക, അപ്പോഴാണ് 4 വരുന്നത്. അപ്പോൾ ഇത് ട്രിപ്പിൾ ബോണ്ടഡ് ആണ്. ഇത് ഈത്തൈൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ. ഇതിൽ ചോദിക്കുന്നത് എന്താ? റൈറ്റ് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് 5th മെമ്പർ ഓഫ് ദി സീരീസ്. ഇതിലെ 5ാമത്തെ ആളുടെ പേര് എഴുതാനാണ് പറഞ്ഞത്. ഇതിപ്പോൾ ഒന്ന് തുടങ്ങിയത് ഈത്തൈനിലാണ്, 2 വട, 3 വട, 4, 5. 5ാമത്തത് വരുമ്പോൾ ഇതാ C4H6 ആണ്. അടുത്ത ആൾ ആരാ വരിക? C5 ആണ് വരിക. C5H. ഇനി എന്ത് ചെയ്യുക? 2 കൂട്ടി കൊടുക്കുക. അപ്പോൾ എന്തായി? 6. ഇവിടെ നോക്കട്ടെ, 2 4 6. അപ്പോൾ H എന്താവും? 8 ആവും. ഇനി അടുത്തത് C6 ആയി. H എത്ര ആവും? 10 ആവും. 6ൻ്റെ ഡബിൾ എടുക്കുക, ഇതിന് 2 കുറയ്ക്കുക, എഴുതി കൊടുത്താൽ മതി കേട്ടോ. ഇനി റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ പൊസിഷൻ ഐസോമർ ഓഫ് ദിസ് കോമ്പൗണ്ട്. നോക്കിക്കേ, ഹോമലോഗ സീരീസ് തന്നിട്ടാണെങ്കിൽ കുറച്ച് വെള്ളം വേണം. ഒരു കുപ്പിയിൽ വെള്ളം വാങ്ങിക്കട്ടോ, എന്തോ ഒരു അപ്പൻഡിക്സ് മോഡലൊരു വേദന. ഓക്കെ, നോക്കിക്കോ. മോളിക്കുലാർ ഫോർമുല, അതായത് നിങ്ങൾക്കൊരു ഹോമലോഗ് സീരീസ് തന്നു, അതിൽ നിന്ന് നിങ്ങളോട് അത് ഏത് സീരീസ് ആണെന്ന് ചോദിക്കുന്നതിന് പകരം 5ാമത്തെ മെമ്പർ എഴുതാൻ പറഞ്ഞു. കാര്യം ആ 5ാമത്തെ മെമ്പർ ആർക്ക് എഴുതാൻ കഴിയുക? ഇത് ഹോമലോഗ് സീരീസ് ആണെന്നും ഇത് ആൽക്കൈൽ ഗ്രൂപ്പാണെന്നും ആൽക്കൈൻ എന്ന് പറയുന്ന ചെയിനാണെന്നും അറിയുന്നവർക്ക് മാത്രമേ അത് പൂരിപ്പിക്കാൻ കഴിയുള്ളൂ. അതിൽ നിന്ന് വീണ്ടും ആൽക്കൈൻ, ഡബിൾ ബോണ്ടായാലും ട്രിപ്പിൾ ബോണ്ടായാലും ഇവരൊക്കെ ഫങ്ഷണൽ ഗ്രൂപ്പുകളുടെ അതേ സ്ഥാനം അർഹിക്കുന്നവരാണ് എന്ന് കാണിക്കുന്ന മറ്റൊരു ചോദ്യം കൂടി ചോദിച്ചു. എന്താണെന്നറിയോ?
ഇതിലെ അഞ്ചാമത്തെ മെമ്പർ ഇല്ലേ, ഈ അഞ്ചാമത്തെ മെമ്പർ C6H10 ആണെങ്കിൽ അവൻ്റെ പൊസിഷൻ ഐസോമർ എഴുതാൻ, ഏതെങ്കിലും പൊസിഷൻ ഐസോമർ എഴുതാൻ പറഞ്ഞു. C6H10 ആദ്യമായി നിങ്ങൾ എന്ത് ചെയ്യണം, C6H10 വരയ്ക്കണം. നോക്കിക്കേ, ദാ 1 കാർബൺ 2 കാർബൺ 3 കാർബൺ 4 കാർബൺ 5 കാർബൺ 6 കാർബൺ. സീൻ്റെ ഇടയിൽ എന്ത് ചെയ്തു, 2 സീൻ്റെ ഇടയിൽ ട്രിപ്പിൾ ബോണ്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇവൻ്റെ പേര് നോക്കടാ, 1 2 3 4 5 6 ആണ്. 6 എന്ന് പറഞ്ഞാൽ ഹെക്സ്. ഓക്കെ, ഹെക്സ് ഹൈഫൺ എത്രാമത്തെ പൊസിഷനിലായി ഈ ട്രിപ്പിൾ ബോണ്ട് തുടങ്ങിയത്, 2ാമത്തെ കാർബണിലാണ്. സോ ഹെക്സ് ഹൈഫൺ 2 ഹൈഫൺ അയിനാണ്. ഇനി പൊസിഷൻ അല്ലേ പറഞ്ഞത്. സോ ഈ ട്രിപ്പിൾ ബോണ്ടിൻ്റെ അടുത്ത് എന്ത് ചെയ്യുക, അടുത്ത കാർബണിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടി, 1 2 3 4 5 6 ആയി. അപ്പോൾ ഹെക്സ് ഹൈഫൺ 3 ഹൈഫൺ അയിൻ. കണ്ടോ, ഇത് 2 അയിൻ, ഇത് 3 അയിൻ. അപ്പോൾ ട്രിപ്പിൾ ബോണ്ടിൻ്റെയോ ഡബിൾ ബോണ്ടിൻ്റെയോ പൊസിഷനുകൾ മാറിക്കളിക്കുന്നത് എന്തിന് എക്സാമ്പിളാണ്, പൊസിഷൻ ഐസോമറിസത്തിന് എക്സാമ്പിളാണ്. പൊസിഷൻ ഐസോമറിസത്തിന് എക്സാമ്പിളാണ്. റെഡി. അടുത്തത് നമ്മുടെ 2ാമത്തെ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് തെർമൽ ക്രാക്കിംഗ് എന്ന് പറയുന്നത്, അഥവാ താപീയ വിഘടനം എന്ന് പറയും. ആ താപീയ വിഘടനത്തിൽ നിങ്ങളോട് പറയാണ്, എക്സ് തന്നിട്ടുണ്ട്, ആ എക്സിന് എത്ര കാർബൺ ഉണ്ട്, 4 കാർബൺ ഉണ്ട്. സോ C4 ആണ്. എന്നിട്ട് പറയാണ് ഇതൊരു ആൽക്കൈൻ ആണ്, സിംഗിൾ ബോണ്ടാണ്. അപ്പോൾ C4 ആണെങ്കിൽ H എത്ര വരിക, സിംഗിൾ ബോണ്ട് ആണെങ്കിൽ 4ൻ്റെ ഡബിൾ എടുക്കുക, 2 കൂട്ടുക 10. അപ്പോൾ C4H10 എന്ന് പറയുന്ന ആൽക്കൈന് തെർമൽ ക്രാക്കിങ്ങിന് വിധേയമായാൽ 2 ആൾക്കാരെ കിട്ടും. ഒരു അൺസാച്ചുറേറ്റഡ് ഉണ്ടാവും, ഒരു സാച്ചുറേറ്റഡ് ഉണ്ടാവും. അങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ അത് ഈ തന്നതിൽ ആരൊക്കെയാണ്, എക്സ് നമുക്ക് കിട്ടി, ആരൊക്കെ, C4H10 അല്ലേ. അപ്പോൾ ഇവിടെ എക്സ് ശരിയാവുന്നത് ഇതുണ്ട്. ഇനി നമുക്ക് എന്ത് കിട്ടണം, ഈ 2 എണ്ണത്തിൽ ആരാണ് ശരി. അപ്പോൾ വൈയും സെറ്റും കണ്ടുപിടിക്കണം. അതിലൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾക്ക് കിട്ടിയത് ഒരു ആരോ മാർക്കിൻ്റെ ഇടതുഭാഗത്ത് പങ്കെടുത്തത് C4H10 ആണ് തെർമൽ ക്രാക്കിംഗ് താപീയ വിഘടനത്തിലെങ്കിൽ അവിടെ കിട്ടിയ പ്രൊഡക്റ്റിൻ്റെയും ടോട്ടൽ ഫോർമുല എന്തായിരിക്കണം, C4H10 ആയിരിക്കണം. C4H10 ആയിരിക്കണം. സോറി. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇവിടെ ഡി പ്രോഡക്റ്റ് നോക്കി, ഡീൻ്റെ വൈയിൽ 1 കാർബൺ 2 കാർബൺ, സെറ്റിൽ 3 കാർബൺ 4 കാർബൺ, അപ്പോൾ 4 കാർബണായി, C4 ആയി. ഇനി H ടോട്ടൽ ഉണ്ടോ നോക്കുക, വൈ നോക്ക്, വൈയിൽ 3 3 6 H ഉണ്ട്, 6 2 2 4, 6 4 10. സോ C4H10. അപ്പോൾ ഇവിടെ ഡി ആണ് എന്ത് ചെയ്യുന്നത്, ഓപ്ഷനായിട്ട് വരുന്നത്. ഓക്കെ, C4H10 എന്ന് പറയുന്ന അതേ കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും എണ്ണം അപ്പുറത്തും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഡി എന്ന ഓപ്ഷനാണ് കേട്ടോ. ചെയ്ത് നോക്കണേ, സമയപരിധി ഉള്ളത് കൊണ്ടാണ്. ഇതൊക്കെ നമ്മൾ ലൈവിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും കേട്ടോ. അടുത്തത് നൈലോൺ 66 ഈസ് എ വെരി യൂസ്ഫുൾ പോളിമർ. നൈലോൺ അറിയാലോ, നമ്മുടെ കണ്ടൻസേഷൻ പോളിമറിന് എക്സാമ്പിളാണ് നൈലോൺ 66. എങ്കിൽ അതിൻ്റെ മോണോമറുകൾ ഏതെല്ലാം, അഡിപ്പിക് ആസിഡും ഹെക്സാമെത്തിലിൻ ഡൈ അമീനുമാണ്. നൈലോൺ 66ൻ്റെ ഒരു ഉപയോഗം പറയാം, വസ്ത്രങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. അടുത്തത് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാർട്ടിങ് ഫ്രം കാർബൺ മോണോക്സൈഡ്, കാർബൺ മോണോക്സൈഡിൽ നിന്ന് എങ്ങനെ മെത്തനോൾ ഉണ്ടാക്കാം, കാർബൺ മോണോക്സൈഡിൽ നിന്ന് എങ്ങനെ എത്തനോയിക് ആസിഡ് ഉണ്ടാക്കാം. നല്ലൊരു ചോദ്യമാണത്, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. മെത്തനോൾ ഉണ്ടാക്കുന്ന റിയാക്ഷൻ പഠിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് എല്ലാം താളം തെറ്റും. കാർബൺ മോണോക്സൈഡിൽ നിന്ന് നമ്മളോട് എന്തുണ്ടാക്കാൻ പറഞ്ഞു, CH3OH എന്ന മെത്തനോൾ ഉണ്ടാക്കാൻ പറഞ്ഞു. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ കൃത്യമായി മെത്തനോൾ ഉണ്ടാക്കി തരുന്നുണ്ട്. ഇവിടെ നിങ്ങൾ കാറ്റലിസ്റ്റ് ഉപയോഗിക്കുക, ഉൽപ്രേരകം എന്ന് പറയും. ഇവിടെ ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, ഉയർന്ന ടെമ്പറേച്ചറിലും പ്രഷറിലും കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ കാർബൺ മോണോക്സൈഡ് 2 ഹൈഡ്രജനുമായി കൂടിച്ചേരുമ്പോഴാണ് നിങ്ങൾക്ക് മെത്തനോൾ കിട്ടുന്നത്. സോ കാർബൺ മോണോക്സൈഡിൽ നിന്ന് മെത്തനോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ റിയാക്ഷൻ എഴുതി കൊടുത്താൽ മാർക്കായി. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് അറിയോ, എത്തനോയിക് ആസിഡ് എങ്ങനെ ഉണ്ടാക്കുമെന്നാണ് ചോദ്യം. ഓക്കെ, ആരിൽ നിന്ന്, കാർബൺ മോണോക്സൈഡിൽ നിന്ന്. എത്തനോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ CH3COOH. നമ്മളിതൊക്കെ ഇതും പാട്ടുപാടി പഠിച്ചതാണ്. പുത്തൻ പണ്ട് പുത്ത മെഥനോളും മിന്നും കാർബൺ മോണോക്സൈഡും എത്തനോയിക് ആസിഡ് കിട്ടുമോ. മെത്തനോളിനെ കാർബൺ മോണോക്സൈഡുമായി ട്രീറ്റ് ചെയ്യുമ്പോഴാണ് കാറ്റലിസ്റ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ ഈടെയും കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ മെത്തനോളിനെ കാർബൺ മോണോക്സൈഡുമായി കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, എത്തനോയിക് ആസിഡ് കിട്ടുന്നു. എ സിമ്പിൾ ആൻഡ് ഫണ്ണി ക്വസ്റ്റ്യൻ. റെഡി, ഇതൊക്കെ 3-4 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്.
4ലേക്ക് പോകില്ല, 3ലേക്ക് വരും കേട്ടോ. ഓക്കെ, യെസ്, എസ്റ്ററിഫിക്കേഷൻ. എൻ്റെ പൊന്നു മക്കളെ, എസ്റ്ററിഫിക്കേഷൻ പഠിക്കാതെ നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് പോകരുത്. കാരണം രണ്ടാമത്തെ ചാപ്റ്ററിൽ, രണ്ടാമത്തെ പാർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മെത്തനോളും എഥനോയിക് ആസിഡ് ഒന്നുമല്ല, മെഡിസിൻസ് ഒന്നുമല്ല, അവിടെ എസ്റ്ററാണ് പ്രധാനം. കാരണം നമ്മുടെ ലൈഫ് ടൈമിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എസ്റ്ററാണ്. ഓക്കെ, കാര്യം ഒരു ഫ്രൂട്ടി സ്മെല്ലും കാര്യങ്ങളൊക്കെ തരുന്നത് സ്മെല്ലുണ്ടാകും, ഫ്രാഗ്രൻസുകൾക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. നോക്കിക്കേ, ഇവിടെ അതാ നിങ്ങളോട് പറയുന്നത് എന്താണെന്നറിയോ? ഈത്തൈൽ ആൽക്കഹോൾ എന്ന് പറയുന്ന ആൽക്കഹോള് ഒരു കാർബോക്സിലിക് ആസിഡുമായി കൂടിച്ചേർന്നപ്പോൾ എന്ത് കിട്ടി? പൈനാപ്പിൾ സ്മെല്ലുള്ള എസ്റ്റർ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും പ്രൊഡക്റ്റ് ഒപ്റ്റെയിൻ ചെയ്ത്, ആ എസ്റ്റർ ഏതായിരിക്കും? അങ്ങനെയൊക്കെ പറഞ്ഞ എസ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. അതിനാദ്യം എന്ത് ചെയ്യണം എന്നറിയോ? എസ്റ്ററിഫിക്കേഷൻ അറിയണം. നിങ്ങൾ മനസ്സിലാക്കുക, RCOOH, 6 കുച്ച് എന്ന് പറയുന്ന കാർബോക്സിലിക് ആസിഡും 6 ഒച്ച് എന്ന് പറയുന്ന ആൽക്കഹോളും കൂടി ചേർന്നിട്ടാണ് നമുക്ക് 6 കൂർ എന്ന് പറയുന്ന എസ്റ്ററിൻ്റെ കൂടെ വെള്ളം കിട്ടും. ആവശ്യമില്ല 6 കൂർ എസ്റ്റർ കിട്ടുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ആരെയാണ്? ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് കോൺസെൻട്രേറ്റഡ് അഥവാ ഗാഢ സൾഫ്യൂരിക് ആസിഡിനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, ആസിഡും വേണം ആൽക്കഹോളും വേണം. ആസിഡിൽ നിന്ന് ഈ OH അങ്ങ് പോകും, ആൽക്കഹോളിൽ നിന്ന് Hഉം അങ്ങോട്ട് പോകും. അത് രണ്ടും പോയാൽ വെള്ളം നിങ്ങൾക്ക് കിട്ടും. ബാലൻസ് ഉള്ളത് RCOOR, അതാണ് അവിടെ എസ്റ്ററായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ എസ്റ്ററിൻ്റെ IUPAC നെയിം എന്ന് പറയുന്നത് ആൽക്കൈൽ ആൽക്കനോയേറ്റ് ആണ്. റെഡി? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റും കൂടിയുണ്ട്. ഇതിൽ ഐൽ എന്നൊരു ഭാഗം ഉണ്ടല്ലോ, ആ ഐലിൻ്റെ അപ്പുറത്തൊരു ആൽക്ക് ഉണ്ടല്ലോ, ആ ആൽക്ക് എന്ന് പറയുന്നത് ആൽക്കഹോളിൻ്റെ ഈ ആറായിരിക്കും. ഞാൻ ഇപ്പം തന്നെ കാണിച്ചു തരാം, നോക്കിക്കോ. ഇവിടെ നമുക്ക് ഈത്തൈൽ ആൽക്കഹോളാണ് എസ്റ്ററായിട്ട് തന്നത്. അപ്പോൾ ഇവിടെ ആരാണ്? CH3CH2OH ആണ് ഇവിടെ ഉപയോഗിച്ച ആൽക്കഹോള്. ഏതോ ഒരു ആസിഡും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളോട് പറയാണ് ഒരു പൈനാപ്പിൾ സ്മെല്ലുള്ള ഒരു വ്യക്തി ഇവിടെ കിട്ടിയെന്ന്. പൈനാപ്പിൾ സ്മെല്ലുള്ള ഒരാളാണ് ഈത്തൈൽ ബ്യൂട്ടനൈറ്റ് എസ്റ്റർ. ടെക്സ്റ്റ് ബുക്ക് പഠിക്കേണ്ട 4 സ്മെല്ല് പഠിക്കാണ്ട് കേട്ടോ. അതിൽ പൈനാപ്പിൾ പഠിക്കണം, ജാസ്മിൻ പഠിക്കണം, ഓറഞ്ച് പഠിക്കണം, ബനാന പഠിക്കണം. ഏറ്റവും കൂടുതൽ ചോദിച്ചത് പൈനാപ്പിളാണ് കേട്ടോ, ഓറഞ്ചിനും സാധ്യതയുണ്ട്. സോ പൈനാപ്പിൾ എന്ന് പറയുന്നത് ഈത്തൈൽ ബ്യൂട്ടനോയേറ്റ് ആണ്. അപ്പോൾ ഞാനിവിടെ എന്താണ്? ഈത്തൈൽ ബ്യൂട്ടനോയേറ്റ് എന്ന് എഴുതുകയാണ്. നിങ്ങൾ നോക്കിക്കേ, ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ ഐലിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആളാര്, ലെഫ്റ്റിലുള്ള ആളാരായിരിക്കും? ആൽക്കഹോൾ ആയിരിക്കും. സോ ഈത്തൈൽ എൻ്റെ തൊട്ടപ്പുറത്തുള്ള എത്താണ്. സോ അത് എത്തനോൾ ആണ്. അതിവിടെ നമ്മൾ ഓൾറെഡി എടുത്തു, എത്തനോൾ അല്ലെങ്കിൽ ഈതൈൽ ആൽക്കഹോൾ. എഥനോൾ എന്നും പറയാം, 2 കാർബൺ ഉള്ള ആൽക്കഹോൾ. ഈതൈൽ ആൽക്കഹോൾ എന്നും എഥനോളിനെ വിളിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തൊട്ടപ്പുറത്തുള്ള ബ്യൂട്ടായിരിക്കും എന്ത്? ആസിഡിന് വേണ്ടി ഉപയോഗിച്ചത്. സോ ആസിഡ് ആക്കി എടുത്തത് ആരെയായിരിക്കും? ബ്യൂട്ടനോയിക് ആസിഡ് ആയിരിക്കും. ബ്യൂട്ടനോയിക് ആസിഡ്. സോ ഈ ആറിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്യണം? ബ്യൂട്ട് വരണം. CH3CH2COOH. അപ്പം നിങ്ങൾ ചോദിക്കും, സാറേ 3 എണ്ണല്ലേ കൊടുത്തില്ലോ, ഈ കാർബണും കൂടി എണ്ണത്തിൽ കൂട്ടണം. ഓക്കെ, അപ്പം 4 കാർബണുള്ള ഓയിക് ആസിഡാണ് ബ്യൂട്ടനോയിക് ആസിഡ്. ആ ബ്യൂട്ടനോയിക് ആസിഡും എത്തനോളും കൂടി ചേർന്നപ്പോഴാണ് ഈത്തൈൽ ബ്യൂട്ടനോയേറ്റ് എന്ന് പറയുന്ന എസ്റ്റർ ഉണ്ടായത്. അതെങ്ങനെ വരയ്ക്കുക? ഇവിടുന്ന് OH ഒഴിവാക്കുക, ഇവിടുന്ന് Hഉം ഒഴിവാക്കുക, ബാലൻസ് ഉള്ള എല്ലാത്തിനും ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കോ, RCO. ഇനി ഇപ്പുറത്താരുണ്ട്? OCH2CH3. തിരിച്ചിടുക, OCH2CH3. ഓക്കെ, ഇവിടെ 6 അല്ല ഉണ്ടാവുക, ഇത് 6 അല്ല കേട്ടോ, ഇതാണ് 6 അല്ല, ഇത് ആസിഡ് 1 2 3 4 ബ്യൂട്ടനിക് ആസിഡ്. അപ്പോൾ CH3CH2CH2CO. ഓക്കെ, ഇവിടുന്ന് ഈ OHഉം പോയി, ഇവിടുന്ന് Hഉം പോയി. അപ്പോൾ ഈ ഒരു എസ്റ്റർ കിട്ടി. അപ്പോൾ എസ്റ്റർ ഞാൻ ഇത്രയും ലാഗ് അടിപ്പിക്കാനുള്ള കാരണം 4 മാർക്കിന് ചോദിക്കാനോ 3 മാർക്കിന് ചോദിക്കാനോ ഉറപ്പുള്ളൊരു ഭാഗമാണ് എസ്റ്റർ ഇല്ലാത്തൊരു ഓണപ്പരീക്ഷ കടന്നു പോവുകയില്ല. റെഡി? യെസ്. PVC is a widely used polymer. എങ്ങനെയാണ് PVC ഉണ്ടാക്കുക? സ്റ്റാർട്ടിങ് ഫ്രം ഈത്തൈൻ. നോട്ട് ദ പോയിന്റ്. ഈത്തൈൻ എന്ന് പറയുന്ന CH ട്രിപ്പിൾ ബോണ്ടിൽ CHൽ നിന്ന് എങ്ങനെ PVC ഉണ്ടാക്കാം? ശ്രദ്ധിക്കണം ആ ഒരു പോയിന്റ്. ഇതൊരു വെരി ഗുഡ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ഡിസ്കസ് ചെയ്യണം എന്നുള്ളത് ഞാൻ ലൈവിൽ ഡിസ്കസ് ചെയ്യും. പക്ഷേ ഓണം എക്സാമിന് കൂടുതൽ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മുടെ
ട്രിപ്പിൾ ബോണ്ടഡ് ആയിട്ടുള്ള ആൽക്കൈനിൽ നിന്ന് PVC ഉണ്ടാക്കുന്ന ഒരു ചോദ്യം. റെഡി? യെസ്. ഇനി എങ്ങനെയാണ് എഥനോയിക് ആസിഡ് പ്രിപ്പയർ ചെയ്യുന്നത്? എഥനോയിക് ആസിഡ് പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, പുലർമഞ്ഞിൻ മെഥനോളും നമ്മുടെ കാർബൺ മോണോക്സൈഡും അല്ലേ, CH3OH എന്ന് പറയുന്ന മെഥനോളും CO എന്ന് പറയുന്ന കാർബൺ മോണോക്സൈഡും കൂടി ചേർന്നിട്ടാണ് എഥനോയിക് ആസിഡ് കിട്ടുന്നത്. ഒന്ന്. ഇനി എഥനോയിക് ആസിഡ് 5 to 8% എഥനോയിക് ആസിഡ് വിളിക്കുന്ന പേരെന്താ? അതിൻ്റെ പേരാണ് വിനാഗിരി അല്ലെങ്കിൽ വിനെഗർ എന്ന് ഇംഗ്ലീഷിൽ പറയും. വിനെഗർ എന്ന് പറയും. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇത്ര ക്വസ്റ്റ്യൻസേ ഉള്ളൂ കേട്ടോ. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാനൊരു കാര്യം പറയാം. ഇത് പ്രഡിക്ഷൻസിൻ്റെ പകുതി ചോദ്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ തന്നിരിക്കുന്നത്. പകുതിയോ അല്ല, നിങ്ങൾക്കൊരു 25% വരെ മാർക്ക് നേടാൻ പറ്റും. പക്ഷേ ഈ ചോദ്യങ്ങളും കംപ്ലീറ്റ് 40 മാർക്കിൻ്റെ ചോദ്യങ്ങൾ അടക്കം വെച്ചുകൊണ്ട് എക്സാമിൻ്റെ ഓരോ ചോദ്യങ്ങളും നിങ്ങൾ കാണുമ്പോൾ MS-നെ നിങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കും. ആ രീതിയിലുള്ളൊരു ക്ലാസ് ആയിരിക്കും ഇന്ന് രാത്രി 7:30 നിങ്ങൾക്ക് തരിക. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന ചോദ്യങ്ങളൊക്കെ കണ്ടിട്ട് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളല്ലേ എന്ന് തോന്നുന്നവർ മാത്രം വന്നാൽ മതി. അല്ലാത്തവർ വന്നിട്ട് കാര്യമില്ല. ഞാനിവിടെ ചെയ്ത എല്ലാ കഴിഞ്ഞ ഓണം എക്സാമിൻ്റെ ചോദ്യമാണിത്. ഈതായിൽ നിന്ന് PVC ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ഓണം എക്സാമിൻ്റെ ചോദ്യമാണ്. നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയോ ഇതൊന്നും വരാൻ ചാൻസ് ഇല്ല എന്ന്? ഞാനിവിടെ അങ്ങനത്തെ ചോദ്യങ്ങൾ എന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എവിടെ നോക്കിയാലും മനസ്സിലാവും. എവിടെ നോക്കിയാൽ ഓണം എക്സാമിൻ്റെ ചോദ്യമാണ് മെഥനോൾ, എഥനോയിക് ആസിഡ് ഒക്കെ. അപ്പോൾ എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളിൽ നിന്ന് ഏറ്റവും റിപ്പീറ്റഡ് ആയതും യുണീക്കായിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് രാത്രി 7:30 വരുന്നത്. വന്നിരിക്കണം, വേറൊന്നും എനിക്ക് പറയാനില്ല. സോ ഈ ഒരു പ്രൊഡിക്ഷൻ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. രാത്രി 7:30 ലൈവ് ബട്ടൺ ഇപ്പം തന്നെ ലൈക്ക് അടിച്ച് നോട്ടിഫൈ മീ എനേബിൾ ചെയ്ത് വെക്കുന്നവർക്ക് A+ കൊടുക്കണേ റബ്ബേ. വീണ്ടും കാണാൻ MS from MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.